നമഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് പൗരാണിക ശാസ്ത്രവും ആധുനിക ശാസ്ത്രവും തമ്മിൽ ഉള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. പൗരാണിക ശാസ്ത്രം ഋഷി പരമ്പര നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടുള്ള ശാസ്ത്രം, ആ ഋഷിവര്യന്മാരുടെ ആ ചിന്താപദ്ധതിയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ശാസ്ത്രം. ഇതിനെ നമ്മൾ വേദാർത്ഥം, വേദങ്ങളിലൂടെയാണ് ഋഷിപരമ്പര നമുക്ക് അറിവുകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അറിവുകളെല്ലാം ഗുപ്തങ്ങളായിരിക്കും. അതെന്താണ് കാര്യം? ഗുപ്തം എന്ന് പറയാൻ കാര്യം എന്താണ്? ഒളിഞ്ഞിരിക്കുന്നത് പാരമാർത്ഥികമായിട്ടുള്ള ജ്ഞാനം അത് ബുദ്ധിക്ക് വിവേചിച്ചറിയാൻ പറ്റാത്തതാണ്. ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്തത്. എന്നാൽ അനുഭവിച്ചറിയാൻ പറ്റുമോ? അതുമില്ല. അനുഭവത്തിലൂടെയോ ബൗദ്ധികമായോ സാങ്കല്പികമായോ ഒന്നും തന്നെ നമുക്ക് അറിയാൻ കഴിയാത്തതാണ് പാരമാർത്ഥികമായിട്ടുള്ള അറിവ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയുന്നതല്ലേ. അപ്പോൾ അറിവ് കൊണ്ട് എങ്ങനെയാണ് അറിവില്ലായ്മ വരുന്നത് എന്നൊരു അത്ഭുതം തോന്നാം. നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം, വേണ്ടേ? വായിക്കണം. ഉദാഹരണത്തിന് നമുക്ക് വായിക്കണം, ഒരു പുസ്തകം വായിക്കണം. ഇരുട്ടത്തിരുന്നാൽ നമുക്ക് പുസ്തകം വായിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതിന് എന്ത് വേണം? വായിക്കാനായിട്ട് നമ്മളിലേക്ക് അറിവുണ്ടാക്കി തരുന്നത് വെളിച്ചമാണ്. വെളിച്ചമില്ലെങ്കിൽ നമുക്ക് അറിവില്ല. ഇരുട്ടിൽ, അന്ധകാരത്തിൽ അറിവില്ല. അതുകൊണ്ട് വെളിച്ചം അറിവിന്റെ സിമ്പലായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അറിവിന്റെ സിമ്പലായിട്ടാണ് വെളിച്ചത്തെ എടുക്കുക. വെളിച്ചം അറിവാണോ? അല്ല. അറിവിനെ നേടിത്തരാൻ സഹായിക്കുന്ന ഉപാധി മാത്രമാണ് അറിവ്, അല്ല വെളിച്ചം. ഈ വെളിച്ചത്തിലൂടെ നമ്മൾ അറിയുന്നു. വെളിച്ചം മാത്രം കൊണ്ട് അറിവുണ്ടാകുമോ? വെളിച്ചമുണ്ട്, നമുക്ക് കണ്ണ് കാണാൻ പാടില്ല. അപ്പോൾ അറിവുണ്ടാകുമോ? ഇല്ല. അപ്പോൾ വെളിച്ചമുണ്ടാകണം. അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിന് ശക്തി ഉണ്ടാകണം. കണ്ണിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? കണ്ണിന്റെ ശക്തി എന്താണ്? വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എല്ലായിടത്തും അത് പ്രസരിക്കും. എല്ലായിടത്തും പ്രസരിക്കുന്നത് നമുക്ക് എല്ലായിടത്തും കൂടി കാണാൻ പറ്റില്ല. കണ്ണ് തുറന്നു വെച്ചാൽ പോലും എൻ്റെ കണ്ണിന്റെ മുന്നിലുള്ളത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ്? എത്ര ഭാഗത്തേക്കാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ആ ശ്രദ്ധയ്ക്കനുസരിച്ചിട്ടാണ് അറിവ് കൃത്യമായിട്ട് നമ്മൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ ആംഗിൾ, കുറഞ്ഞ കോൺസെൻട്രേറ്റ് ചെയ്ത ആംഗിൾ, വൈഡ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്യാമറയിൽ നമ്മൾ ലെൻസിനെ ക്രമീകരിക്കുന്നു. വൈഡ് ആംഗിൾ ലെൻസ് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചില ഫോട്ടോ എടുക്കുക. ചില ഫോട്ടോ നമ്മൾ അത്ര വൈഡല്ല, അതിന്റെ ആ വിഡ്ത്ത് കുറച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അതിന് നമ്മൾ ഇവിടെ ക്യാമറയുടെ ആ ലെൻസിന്റെ മുമ്പിലുള്ള ഇത് പിടിച്ച് തിരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുക. പലപ്പോഴും മെക്കാനിക്കലായിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ക്യാമറകളും ഉണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരിക്കുക. നമ്മൾ ലെൻസ് സൂര്യകിരണങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോഴത്തേക്കും അവിടെ നല്ല ചൂടുണ്ടാകും. അവിടെ പഞ്ഞി വെച്ചാൽ കത്തും. എന്നാൽ
സൂര്യകിരണങ്ങൾ നമ്മളുടെ മേത്ത് പതിച്ചുകൊണ്ട് നമ്മൾക്ക് വല്ല കത്തിപ്പോവുകയോ ഉരുകിപ്പോവുകയോ വല്ലതും ചെയ്യുമോ? ഇല്ല. അപ്പോൾ കിരണങ്ങളെ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ അടുപ്പം അതിനോടുണ്ട്, അതിൻ്റെ കൂടുതൽ അനുഭവമുണ്ടാകും. പ്രകാശത്തിലുള്ള ചൂട് കൂടുതലായിട്ട് അനുഭവിക്കണമെങ്കിൽ അതിനെ കേന്ദ്രീകരിക്കണം. കൂടുതലായിട്ട് അതിൻ്റെ പ്രകാശം അനുഭവിക്കണമെങ്കിൽ അത് കേന്ദ്രീകരിക്കണം. അപ്പോൾ അത് കൂടിക്കൂടി വരുമ്പോൾ അതിൻ്റെ അനുഭവതലം കൂടും എന്നർത്ഥം. അപ്പോൾ അതുപോലെ നമുക്ക് പ്രകാശം എല്ലായിടത്തും ഉണ്ട്. നമ്മളുടെ ചുറ്റും പ്രകാശമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നതോ നമ്മുടെ മുൻഭാഗത്തിൽ ആണ് കാണുന്നത്. അത് നമുക്ക് എത്ര കാണാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 ഡിഗ്രി കാണാൻ പറ്റുകയില്ല. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടണ പോലെ അങ്ങനെയല്ല. അവിടം വരെ കാണാമെന്ന് നമ്മൾ ധരിക്കും. എന്താണ്? അങ്ങോട്ട് കണ്ണ് ചരിച്ചാൽ അത് കാണും. അപ്പം 180 ഡിഗ്രി അല്ല. നമ്മളുടെ കണ്ണ് നമ്മുടെ ഒരു ലംബമായിട്ട്, ഈ രേഖയ്ക്ക് ലംബമായിട്ട് നേരെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഈ 180 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിന്റെ ഈ ലംബ അവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ടും 90 ഇങ്ങോട്ടും 90, ആ 90 ഡിഗ്രി വരുന്നവർ അത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല. കുറച്ചുകൂടി ഇങ്ങോട്ട് ആംഗിൾ ഇങ്ങനെ നേരെ ഇത്തിരി കുറയുമ്പോൾ നമുക്ക് അത്രയും ഭാഗം കാണാം. പക്ഷേ എന്തു പറ്റും? അതിൽ നിന്ന് തന്നെ നമ്മളുടെ ആ ലംബ നേരെ പെർപെൻഡിക്കുലറായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കൃത്യമാകുന്നത്. സൈഡിലേക്ക് പോകും തോറും, രണ്ട് സൈഡിലേക്കും വൈഡായിട്ട് പോകും തോറും അറിവ് കുറയും. വെളിച്ചം എല്ലായിടത്തും എങ്ങനെയാണ്? ഒരേപോലെ തന്നെ. സൂര്യൻ എല്ലായിടത്തേക്കും വെളിച്ചം ഒരുപോലെ തന്നുകൊണ്ടിരിക്കുകയാണ്, തുറന്നൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മളുടെ കാഴ്ച ആ പ്രകാശം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, നമ്മളുടെ കണ്ണിന്റെ അവസ്ഥ എത്രയുണ്ട്. കാഴ്ചക്കുറവുള്ള ആളുകളുണ്ട്, കാഴ്ച കൂടുതലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ നമ്മളുടെ കണ്ണിലേക്ക് എത്രമാത്രം, ആ കണ്ണിന്റെ എഫിഷ്യൻസി എത്രമാത്രം ഈ പ്രകാശം പതിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗം എത്രയാണോ അത്രയും ഭാഗത്തായിരിക്കും കാഴ്ച ഉണ്ടാകുന്നത്. അത് ഒരു പരിധി കഴിഞ്ഞാൽ ഇല്ലാണ്ടായോ. ഒരു പരിധി എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറിയിലേക്ക് ആദ്യം ഒതുക്കണം. എന്നിട്ട് ആ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് ചെന്ന് അതിന്റെ നടുക്കിലേക്ക് വരും തോറും ക്ലാരിറ്റി കൂടി വരും. അപ്പോൾ കണ്ണിന് നമുക്കുള്ള പ്രത്യേകത എന്താണ്? കണ്ണിന് ആവശ്യമുള്ളപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ളപ്പോൾ വൈഡ് ആംഗിൾ ആക്കാനും പറ്റും. അപ്പോൾ വൈഡ് ആംഗിൾ ആക്കിയിട്ട് കാണുമ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുമ്പോഴും ഉള്ള അറിവുകൾ വ്യത്യസ്തമായിരിക്കും. മനസ്സിലാണ്ടോ? നമ്മളുടെ നേരെ എഴുതിയിരിക്കുന്ന നമ്മളുടെ കാഴ്ചയുടെ പരിധിയിൽ എത്തിയിരിക്കുന്ന ഒരു ദീർഘമായിട്ടുള്ള ഒരു സെന്റൻസ് ആണ് എഴുതിയിരിക്കുന്നത് അവിടെ ഭിത്തിയിൽ. അപ്പോൾ എന്തു പറ്റും? നമുക്കത് വായിക്കണമെങ്കിൽ തല തിരിച്ച് അവിടെ നമുക്ക് കാണാം. നമ്മളുടെ കാഴ്ചയുടെ പരിധിയിലാണ്, പക്ഷെ അങ്ങോട്ട് തിരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. കണ്ണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ മാറി 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 വന്നു കഴിഞ്ഞാൽ നമുക്കത് മുഴുവനായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കണ്ടില്ലേ, അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു, പക്ഷേ ആ അക്ഷരം ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ കോൺസെൻട്രേഷനും എന്താണ്? വെളിച്ചം അപ്പോഴും മാറ്റമില്ല, വെളിച്ചം ഒരേപോലെ ഇരിക്കും, സൂര്യപ്രകാശം എല്ലായിടത്തും ഒരുപോലെ ഇരിക്കും. അപ്പോൾ വെളിച്ചം ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ടല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമ്മളെ കാണാൻ സഹായിക്കുന്ന ആ ചൈതന്യം എന്ന് പറയുന്നത്, ചൈതന്യം എന്ന് നമുക്ക് അതിന്റെ കഴിവ് തരുന്ന സാധനം വെളിച്ചം. അതിന്റെ കൂടെ എന്തുകൂടി വേണം? നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണിന്റെ ശക്തി, അതിന്റെ വ്യത്യാസത്തിലും. അപ്പൊ കണ്ണിന്റെ ശക്തിയും വെളിച്ചവും. പക്ഷേ ഈ വെളിച്ചവും കണ്ണിന്റെ ശക്തിയും മാത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല.
ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ശുദ്ധജലം ട്രാൻസ്പെയറന്റ് എന്ന് പറയും. അപ്പോൾ നമുക്കതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ട്രാൻസ്പെയറന്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ശുദ്ധജലമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുകയില്ല. കാണാൻ പറ്റണമെങ്കിൽ എന്തു വേണം? അവിടെ ആ ജലത്തിൽ കുറച്ച് മാലിന്യം, ഒരു തുള്ളി മഷി മതി. ഒരു തുള്ളി മഷി ഒഴിച്ചിട്ട് അതങ്ങോട്ട് കുലുക്കി ഇളക്കി ശരിയാക്കി കഴിഞ്ഞാൽ ആ ജലം നമുക്ക് അപ്പോൾ കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ള ഒരവസ്ഥയ്ക്ക് ഈ വെളിച്ചം ഉണ്ടെങ്കിലും കണ്ണിന് ശക്തി ഉണ്ടെങ്കിലും നമുക്ക് അനുഭവത്തിലേക്ക് എത്താൻ കഴിയില്ല. മനസ്സിലാണ്ടോ? ഒരു പരിശുദ്ധ വസ്തുവിനെ നമുക്ക് വെളിച്ചമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ കണ്ണിന് നല്ല പവറുണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് അനുഭവത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അവിടെ എന്തു വേണം? മായ എന്ന് പറയുന്ന മായം അതിനകത്ത് ചേരണം. അപ്പോൾ എന്തൊക്കെ വേണം? നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടാക്കാനുള്ളൊരു ചേതനയുണ്ടായിരിക്കണം. ആ അറിവിനെ സ്വീകരിക്കാനുള്ള ഒരു ഗ്രഹണ ശേഷി, അത് കണ്ണിലൂടെ ആയിക്കോട്ടെ, മൂക്കിലൂടെ ആയിക്കോട്ടെ, ചെവിയിലൂടെ ആയിക്കോട്ടെ, ആ ഗ്രഹണ പഠിത്തമുണ്ടായിരിക്കണം. പിന്നെന്താണ്? ഇതിനെയൊക്കെ ഒരു പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാലിന്യവും വേണം. ശുദ്ധമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധം, തടസ്സപ്പെടുത്താൻ പറ്റാത്തത് ആണ്. അതിന് തടസ്സങ്ങളില്ല. അപ്പോൾ ശുദ്ധമായിട്ടുള്ളതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ആ മാലിന്യം ഉള്ളതനുസരിച്ചിട്ടാണ് ഇതിന്റെ കാഴ്ചയെ മുഴുവൻ നമ്മൾ കാഴ്ചയെന്ന് മാത്രമല്ല അനുഭവം എന്ന് വെച്ചാൽ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എത്ര കണ്ട് അവിടെ തടസ്സം വരുന്നുവോ അത്ര കണ്ട് നമുക്ക് അതിനെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് വേണ്ടത്? പരിശുദ്ധമായതിനെ അറിയാൻ പറ്റില്ല. പരിശുദ്ധമായത് എന്തേ ഉള്ളൂ? പ്രപഞ്ചം പരിശുദ്ധമല്ല. പരിശുദ്ധമായത് എന്താണ്? സത്ത് എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം. ആ ബ്രഹ്മമാണ് നിറഞ്ഞു നിൽക്കുന്ന സത്ത ഉള്ളത് എന്താണ്? ബ്രഹ്മം. പക്ഷെ നമുക്ക് ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റില്ല. എന്താ കാര്യം? അത് ശുദ്ധസത്ത് ആണ്. അതുകൊണ്ട് അതിനെ അനുഭവിക്കാൻ പറ്റില്ല. ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്? അവിടെ നമ്മൾ മായ അല്ലെങ്കിൽ മായം ആരോപിക്കുകയാണ്. മായം ആരോപിച്ചു. മായം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, പൂർണ്ണമായിട്ടുള്ള അറിവാണ്. അതാണ് അറിവ്. പക്ഷെ നമ്മൾ പറയുന്ന അറിവല്ലത്. അത് ആ ശുദ്ധസത്വത്തിന് തന്നെ അറിയാൻ പാടില്ല അത് അറിവാണെന്ന്. പഞ്ചസാരയ്ക്ക് അല്ലെങ്കിൽ മധുരത്തിന് മധുരമാണെന്ന് അറിയാൻ പറ്റില്ല. അത് വേറെ ഒരു അവസ്ഥയ്ക്ക് അത് മധുരമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അറിവ് അല്ല, മധുരം എന്നുള്ള അവസ്ഥയ്ക്ക് മധുരത്തിനെ അറിയാൻ പറ്റില്ല. മധുരം എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറി വേറൊരവസ്ഥയ്ക്ക് മാത്രമേ ഇത് മധുരമാണ് മറ്റത് മധുരമല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ബ്രഹ്മം എന്നത് അതിനെ മാറി നിൽക്കുന്നവർക്ക് മാത്രമേ അതിനെ എന്തെങ്കിലും അറിവെന്നോ അറിവില്ലായ്മയെന്നോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അറിവെന്ന് പറയാൻ പറ്റുകയില്ല. എന്താ കാര്യം? ആ അറിയുന്ന ബ്രഹ്മാവസ്ഥയ്ക്ക് പോലും അത് അറിവാണെന്ന് അറിഞ്ഞുകൂടാത്തത് കാരണം അറിവ് എന്നുള്ളതിനെ നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയിലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണുമ്പോൾ അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? അറിവില്ലായ്മയാണെന്നേ മനസ്സിലാവുള്ളൂ. അവരവർക്കും മറ്റവർക്കും അറിയാൻ പറ്റാത്തതിനെ ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ എന്താണ് ഉള്ളത്? ആ ശുദ്ധതയാണ് ഉള്ളത്. ശുദ്ധത ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഫലത്തിൽ അത് ഇല്ല എന്നുള്ള അവസ്ഥയാണ്.
അവിടെ എന്താണ്? അവിടെ ഒരു ആരോപം, മായ അല്ലെങ്കിൽ മായം എന്നുള്ള ഒരു ആരോപം വരുമ്പോൾ അതിന് ഉണ്ട് ഇല്ല എന്ന് തിരിക്കാൻ കഴിയും. അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓം നമഃ ശിവായ, നമഃ ശിവായ.